ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ ജയിൽ മോചനത്തിന് അത് വഴിയൊരുക്കുകയും ചെയ്യും. ആ നല്ല വാർത്ത കേൾക്കാൻ ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ കാത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആ റിപ്പോർട്ട് കാണാം, അതിനുശേഷം ജലീൽ വരും. ആദ്യം ആ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ നവംബർ 17-ന് അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ വിധി പറയുന്നത് ഡിസംബർ 8-ലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. ഇന്ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമാകും അബ്ദുൾ റഹീം ജയിൽ മോചിതരാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും. നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാരേഖകളെല്ലാം റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം. ദിയാധനമായ 15 മില്യൺ റിയാൽ മലയാളികൾ സ്വരൂപിച്ച് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇനി ജയിൽ മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. 24 ജിദ്ദ. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. അപ്പോൾ ഇനിയും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട്. അപ്പോൾ ജലീലിനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇന്നത്തെ കോടതി നടപടികളുടെ വിശദാംശങ്ങൾ. ജലീൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ജലീൽ, പിറന്നാൾ ആശംസകൾ, 24-ന്റെ പിറന്നാൾ ആശംസകൾ എല്ലാവരെയും അറിയിക്കുക. ഒപ്പം ഇന്ന് നല്ല വാർത്ത കേൾക്കാൻ നമുക്ക് കഴിയുമോ? എന്തായിരിക്കും അവിടുത്തെ കോടതി നടപടികളുടെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് വിജയകുമാർ, SKN ആൻഡ് ഹാഷ്മി. പിറന്നാൾ ആശംസകൾ. നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 17-ന് സൗദിയിലെ റിയാദിലെ ക്രിമിനൽ കോടതി അബ്ദുറഹീമിന്റെ കേസ് പരിഗണിച്ചിരുന്നു. അന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മോചന ഉത്തരവ് ഉണ്ടായില്ല. പകരം കേസ് ഡിസംബർ 8-ലേക്ക്, അതായത് ഇന്നത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു അന്തിമ വിധി പറയാൻ. ഇന്ന് രാവിലെ സൗദി സമയം ഏതാണ്ട് 10 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് 12:30 മണിയോടെ ഈ ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ സമയത്ത് കോടതിയിൽ അബ്ദുറഹീമിനെയും അതോടൊപ്പം തന്നെ അഭിഭാഷകനും ഒക്കെ ഓൺലൈൻ വഴി ഹാജരാകാനുള്ള സാധ്യതയും ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ ജയിൽ മോചനം നീണ്ടുപോവുകയായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതാണ്. ഈ പേഴ്സണൽ ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് ഈ വധശിക്ഷ റദ്ദാക്കിയതോടെ തീർപ്പായി. എന്നാൽ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നതിനാൽ ആ കേസ് കോടതി പരിഗണിക്കാത്തതിനാലാണ് ഇത് മോചനം നീണ്ടുപോയത്. ഇന്ന് ആ കേസ് തീർന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇന്ന് ആ മോചന ഉത്തരവ് ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാനുള്ള നടപടികളിലേക്ക് മറ്റുള്ള അധികൃതർ കടക്കും. മേൽക്കോടതി ഈ ഉത്തരവ് അംഗീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഔട്ട്പാസുമായി, അതായത് റിയാദിലെ ഇന്ത്യൻ എംബസി അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഔട്ട്പാസ് യാത്രാരേഖകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുമായി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്യുക. കഴിഞ്ഞ 18 വർഷത്തോളമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് അബ്ദുറഹീം. ഈ മോചനദ്രവ്യമായ, അതായത് റിയാധനമായ 15 ബില്യൺ റിയാൽ, 34 കോടിയോളം രൂപ നാം മലയാളികളാണ് അദ്ദേഹത്തിന് വേണ്ടി സ്വരൂപിച്ച് ഈ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയത്. ഇതിന് ശേഷമാണ് വധശിക്ഷ റദ്ദാക്കിയത്. കഴിഞ്ഞ മാസം അബ്ദുറഹീമിന്റെ ഉമ്മ, സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സൗദിയിലേക്ക് വരികയും അബ്ദുറഹീമിനെ ജയിലിൽ ചെന്ന് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ.